ഹലോ, നല്ല ടേസ്റ്റിൽ തേങ്ങ വറുത്തരച്ചൊരു മുരിങ്ങ ചെമ്മീൻ കറി ഉണ്ടാക്കാം. വെൽക്കം ടു ഫുഡ് സ്റ്റോറീസ്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരകിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ചെറിയ ഉള്ളി, 5-6 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ പെരുംജീരകം, വളരെ കുറച്ചളവില് ഉലുവ, ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ ആവുന്നത് വരെ ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 10 മിനിറ്റ് ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആയി വരുന്നത് വരെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് കൈവിടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു ബ്രൗൺ കളർ ആയി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി ഇവയെല്ലാം ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ഒരു സൈസിലുള്ള പുളി നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിനൊന്ന് നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി നമ്മളൊരു പാത്രം ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാം. കടുക് ഒന്ന് ചൂടായി പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളകും ഒരു 20 to 15 അളവിൽ ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളകും പിന്നെ ഒരു തക്കാളി, ഒരു മീഡിയം സൈസുള്ള തക്കാളി നീളത്തിൽ അരിഞ്ഞതും ചേർത്തിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുരിങ്ങാക്കായ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 2-3 മിനിറ്റ് നേരം ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ ചൂടുവെള്ളവും 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മുരിങ്ങാക്കായൊക്കെ ആ വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കണം, എന്നാൽ മാത്രമേ മുരിങ്ങാക്കായൊക്കെ നമുക്ക് നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടുകയുള്ളൂ. ഇനി ഇതിനെ ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. കണ്ടോ, മുരിങ്ങാക്കായൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ചെറിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ചെമ്മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കണം. കൂടെ 1 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് 1 കപ്പ് വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊന്ന് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാത്രത്തെ പകുതി അടച്ചു വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതുപോലെ തുറന്ന് വെച്ചിട്ടും നമുക്കൊരു 5 മിനിറ്റ് നേരം ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. കണ്ടോ, ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ കറി നല്ല സൂപ്പറായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനെ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.